കണ്ണെത്താദൂരത്തോളം പരന്നു കിടക്കുന്ന യമുനാ നദി, വൃന്ദാവനത്തിലെ പച്ച പൊതച്ച തീരങ്ങൾ, കാലികളെ മേച്ചു കളിച്ചു ചിരിച്ചു നടന്ന ഉണ്ണിക്കണ്ണന്റെ ബാല്യം, എല്ലാം ശാന്തവും സുന്ദരവും. എന്നാൽ ആ ശാന്തതയ്ക്ക് മീതെ ഒരു കരിനിഴൽ വീണിരുന്നു. മരണത്തിന്റെ, ഭയത്തിന്റെ ഒരു കരിനിഴൽ. യമുനയുടെ കാളിയൻ എന്ന ഭീകരനായ സർപ്പം തന്റെ വിഷം ചീറ്റി നദിയെ മലിനമാക്കി. വെള്ളം കുടിച്ച കാലികളും ആ വിഷം ശ്വസിച്ച പക്ഷി മൃഗാദികളും പിടഞ്ഞു മരിച്ചു. ആ പ്രദേശം മുഴുവൻ ഒരു ശ്മശാന ഭൂമിയായി മാറി. വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപികമാരും ഭയന്നു വിറച്ചു. അവരുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. ഈ ദുരവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്താൻ ആർക്കും കഴിഞ്ഞില്ല. കാളിയന്റെ ഭീകരതയ്ക്ക് മുന്നിൽ എല്ലാവരും നിസ്സഹായരായിരുന്നു. എന്നാൽ ഒരുവനുണ്ടായിരുന്നു, വെറുമൊരു ബാലനെന്ന് ലോകം കരുതിയ സർവേശ്വരനായ ശ്രീകൃഷ്ണൻ. ഉണ്ണിക്കണ്ണന്റെ ഹൃദയം വേദനിച്ചു. തന്റെ പ്രിയപ്പെട്ട വൃന്ദാവനത്തെയും അവിടുത്തെ നിസ്സഹായരായ ജനങ്ങളെയും രക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. വിഷം മമിക്കുന്ന യമുനയുടെ ഒടുങ്ങാത്ത ആഴങ്ങളിൽ ഉണ്ണിക്കണ്ണൻ കാളിയനെ കണ്ടു. 1000 പത്തികളുള്ള അഗ്നിതുല്യമായ കണ്ണുകളുള്ള ആ ഭീകരരൂപം. കാളിയൻ ക്രോധത്താൽ വിറച്ചു. തന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നുവന്ന ഈ ബാലനെ തകർക്കാൻ അവൻ തുനിഞ്ഞിറങ്ങി. കാളിയൻ തന്റെ വിഷം തുപ്പി ശ്രീകൃഷ്ണനെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുത്തു. എന്നാൽ ലോകത്തെ കാത്തുരക്ഷിക്കുന്ന ആ ശക്തിക്ക് മുന്നിൽ കാളിയന്റെ വിഷത്തിന് പിടിച്ചു നിൽക്കാനായില്ല. ശ്രീകൃഷ്ണൻ കാളിയന്റെ പത്തികളിലേക്ക് ചാടിക്കയറി. ആ ഭീകര സർപ്പത്തിന്റെ ഫണങ്ങളിൽ നൃത്തമാടാൻ തുടങ്ങി. ഓരോ ചുവടിലും കാളിയന്റെ ശക്തി ക്ഷയിച്ചു. അവന്റെ പത്തികൾ തളർന്നു. അഹങ്കാരം നിറഞ്ഞ അവന്റെ വിഷം അസ്തമിച്ചു. വേദനയാൽ പുളഞ്ഞ് കാളിയൻ നിലവിളിച്ചു. ആ നൃത്തം വെറുമൊരു നൃത്തമായിരുന്നില്ല. അത് തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. തന്റെ അഹങ്കാരവും വിഷവും അടിയറവ് വെച്ച് കാളിയൻ കീഴടങ്ങി. ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് അവൻ മാപ്പപേക്ഷിച്ചു. കാളിയന്റെ ഭാര്യമാർ, നാഗപത്നിമാർ കണ്ണീരോടെ ശ്രീകൃഷ്ണനോട് കാളിയന് മാപ്പ് നൽകാൻ അപേക്ഷിച്ചു. കരുണാമയനായ ശ്രീകൃഷ്ണൻ കാളിയന് മാപ്പ് നൽകി. കാളിയനെ യമുന വിട്ട് രമണകദ്വീപിലേക്ക് പോകാൻ ശ്രീകൃഷ്ണൻ കൽപ്പിച്ചു. യമുന വീണ്ടും തെളിഞ്ഞു, ശുദ്ധമായി. വൃന്ദാവനം വീണ്ടും ഉണർന്നു. ജനങ്ങളുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. ഭയം ഒഴിഞ്ഞു, സന്തോഷം നിറഞ്ഞു. അങ്ങനെ തിന്മയുടെ വിഷം തുപ്പി നടന്ന കാളിയനെ വധിച്ച് വൃന്ദാവനത്തിന് ശാന്തി നൽകി ശ്രീകൃഷ്ണൻ താൻ വെറുമൊരു സാധാരണ ബാലനല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇത് വെറുമൊരു കഥയല്ല. ഇത് വിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിന്റെ അനശ്വരമായ ഗാഥയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.